അവനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതുകൊണ്ട് നീ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? അവൻ എന്റെയും കൂടെ മകനാണ്. നീ മനസ്സിലിട്ട് സംസ്കരിച്ചാലും അവൻ എന്റെ ഉള്ളിലും എന്റെ കൺമുന്നിലും എന്നും ജീവനോടെ ഉണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നിന്റെ ഈ മൗനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല അഖില. ഈ അടുത്ത കാലത്തായിട്ട് നിന്നെയും എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്റെ അഖില തന്നെയാണ്, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. നീ എന്ത് കളിയായി കളിക്കുന്നത്? എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാത്ത നീ എന്നെയും ചതിച്ച് എന്തൊക്കെ പ്രവൃത്തികളാണ് കാട്ടിക്കൂട്ടുന്നത്? ആനന്ദ് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരങ്ങളില്ലായിരുന്നു. കൃത്യമായ ഉത്തരങ്ങളില്ലാതെ നിൽക്കുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? എന്നും എന്റെ ഭാര്യയെ ന്യായീകരിച്ച് ജീവിച്ചവനാണ് ഞാൻ. എനിക്ക് പോലും ഇപ്പൊ നിന്നെ കുറ്റപ്പെടുത്താനേ കഴിയുന്നുള്ളൂ. വാസ്തവത്തിൽ നിനക്ക് എത്ര മുഖങ്ങളുണ്ടാകില്ല. നിന്റെ ഏത് ഭാവമാണ് സത്യം? നീ പ്രകടിപ്പിക്കുന്ന ഏത് വികാരമാണ് യാഥാർത്ഥ്യം? തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ചിലരെ തികഞ്ഞ മദ്യപാനികളാക്കുമെന്ന പഴമൊഴി. എന്നാൽ സ്വയം പരാജിതരായവർ പ്രശ്നപരിഹാരത്തിനായി മദ്യത്തെ അഭയം പ്രാപിക്കുന്നത് പുതുമൊഴി. നീ വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം, നല്ല ഭാഷ, കാതുകൾക്ക് നല്ല സുഖം. എന്റെ സഹോദരിക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എന്റേത് കൂടിയാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. കൂടപ്പിറപ്പിനെ വിട്ടൊരു ജീവിതം ഇല്ല എനിക്ക്. പിന്നെ എനിക്കുണ്ടോ? പൊതുജനം വിധിയെഴുതിയ ഒരു സത്യവാ നീ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അതായത് ഏത് കൊടുങ്കാറ്റിലും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് നാഗമടത്തെ സഹോദരിമാരെന്ന്. ഈ മുദ്ര നമുക്ക് ചാർത്തി തന്നവരിൽ ഏറിയ ഭാഗവും മിത്രങ്ങളല്ല, ശത്രുക്കളാണ്. പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ പലപ്പോഴും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. എന്റെ വാക്കുകൾ നീ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാ വീണ്ടും പറയുന്നത്, ഇപ്പോഴുണ്ടായ പല പ്രശ്നങ്ങൾക്കും കാരണം ആ സ്ത്രീയാ, രാജരാജേശ്വരി. അവരെ നമ്മൾ പരിഗണിച്ചതും മുന്നിൽ നിർത്തിയതുമാണ് തെറ്റ്. അതിശക്തനായ ബാലിയെ വധിക്കാൻ സുഗ്രീവൻ ശ്രീരാമന്റെ സഹായം തേടിയിരുന്നു. അതൊരു പരസ്പര സഹായമായിരുന്നു. അത് ബാലി. അഖിലയെ പരാജയപ്പെടുത്താൻ നമുക്ക് രാജരാജേശ്വരിയുടെയോ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. അതിനുള്ള മനക്കരുത്തും കൈക്കരുത്തും ഉള്ളവരാ നാഗമടത്തെ പെൺകുട്ടികൾ. അത് പ്രിയങ്ക മറന്നതാണ് തെറ്റ്. ആരാണ് നോക്ക്. നാഗമടത്ത് പ്രിയങ്ക ദാനമായിട്ട് കൊടുക്കും, സംശയം വേണ്ട. നിങ്ങളെ സമ്മതിക്കാതെ നിവർത്തിയില്ല ആന്റി. ഈ ആത്മധൈര്യത്തെ അംഗീകരിച്ചേ പറ്റൂ. പോയിന്റ് ബ്ലാങ്കിലാണ് നിൽപ്പെങ്കിലും പതറാതെ ഇടറാതെ നിങ്ങളുടെ ഈ മനോധൈര്യം, ഐ ലൈക്ക് ഇറ്റ്. അഭിമാനത്തോടെ ആത്മസംതൃപ്തിയോടെ ഞാൻ ജയിലിലേക്ക് പോകും. പിടിക്കാൻ
ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. നൈതികതയും ധാർമ്മികതയും വെടിയാതെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ അടുത്ത തലമുറയ്ക്കെങ്കിലും പുണ്യം കിട്ടും. അയ്യോ, അവളുടെ ഒരു ധർമാധർമ്മ പരീക്ഷണം. ഭഗവത്ഗീത തത്വോപദേശങ്ങൾ എന്നുവെച്ചാൽ അർജുന വിഷാദ യോഗം മുതൽ മോക്ഷ സന്യാസി യോഗം വരെ 18 സർഗങ്ങളും ഇവൾക്ക് മനപ്പാടമല്ലേ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മടയ്യ അഖില നീ. അവസരം കൈവന്നപ്പോ അത് വിനിയോഗിക്കാൻ അറിയാത്ത വിഡ്ഢി. സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങ് ഒരു മരണം. ഇതാണ് നിന്റെ അന്ത്യവിധി. ശ്രീനിവാസൻ, ഇതാണ് ന്യായവിധി. തീർച്ചയായും ഇതാണ് ശരി. അജ്ഞാതയായ രാജരാജേശ്വരി കൊല്ലപ്പെടുന്നു. അതോടെ എന്റെ ഒരു വലിയ ബാധ്യത അവസാനിക്കുന്നു. രാജരാജേശ്വരിയുടെ കൊലയാളിയായ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അങ്ങനെ എന്നേക്കുമായി ഇരുമ്പഴിക്കുള്ളിൽ. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ആരെയും ഞാൻ വിടുന്നില്ല. എന്റെ അമ്പൂട്ടി, ഇവരാരും ഇനി എങ്ങോട്ടേക്കും പോകുന്നില്ല. ഓ, എനിക്ക് സന്തോഷായി. എന്നാ ഓരോരുത്തർക്ക് സംഭാരം എടുക്കട്ടെ. ആനന്ദേ, ഇത് നിങ്ങളുടെയും കൂടി വീടാ. വലതുകാലം വെച്ച് അകത്തേക്ക് കയറ്. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞു വെച്ച് നമ്മുടെ അമ്പൂട്ടിയെ കൊച്ചാക്കി കാണുകയൊന്നും വേണ്ട. അവള് ഡോക്ടറാവാൻ വേണ്ടി എൻട്രൻസ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇത്തവണ കിട്ടിയതാ, പക്ഷേ അത് ആയുർവേദമായിപ്പോയി. അവക്ക് ഇംഗ്ലീഷ് ഡോക്ടർ ആയേ പറ്റൂ. എന്നാലല്ലേ ഇതുപോലെ ആളുകളെ കുത്തി വേദനിപ്പിക്കാൻ പറ്റൂ. പട്ടരിൽ പൊട്ടനില്ലെന്നല്ലേ പ്രമാണം. അതുകൊണ്ട് ഡോക്ടറായെന്നൊക്കെ വരും. എന്തായാലും IAS പോകാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ കളക്ടറായി ആ ജില്ലയുടെ എല്ലു തകർത്താനെ. അയ്യോ, നമ്മൾ കളക്ടർ ആവാനൊന്നും ഇല്ലേ? ദേനിക്കുന്ന കളക്ടർ. കല്യാണിച്ച് നോക്കിയൊന്നും വേണ്ട. അവിടെ നടക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഇവിടെ വന്ന് പറയും എന്റെ ചങ്ങ് ചേട്ടപ്പൻ. ആനന്ദേ, നീ കഴിഞ്ഞാ പിന്നെ എനിക്ക് മിണ്ടാനും പറയാനും എന്റെ അമ്പൂട്ടി മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ എല്ലാവർക്കും സംഭാരം എടുത്താലോ? ആയിക്കോട്ടെ. കല്യാണി, കാറിൽ നിന്ന് ബാഗ് എടുത്തോ. ആനന്ദ്, വാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങളെ, അങ്ങളെ, താലി കെട്ടിയ പെണ്ണ് ഏതൊരു പുരുഷനും എന്നും പ്രിയപ്പെട്ടവള് തന്നെയായിരിക്കും. എന്തു വന്നാലും അവളെ ഒറ്റപ്പെടുത്താനോ കൈവിടാനോ പാടില്ല. അത് തന്നെയാണ് അതിന്റെ ശരി. പക്ഷെ
ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ പോലും കൂട്ടു നിൽക്കരുത്. മോൾ എന്താ പറഞ്ഞു വരുന്നത്? കല്യാണി ഇതുവരെ അറിയാത്തൊരു സത്യമുണ്ട്. അതെന്താണെന്ന് അങ്കിളിന് അറിയാമോ? കല്യാണിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു എന്ന സത്യം. എന്താ നീ പറഞ്ഞു വരുന്നത്? സത്യം, പച്ചയായ സത്യം. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറായി നാളുകൾ എണ്ണി നോമ്പ് നോറ്റിരിക്കുന്ന ആ പാവം കല്യാണിയുടെ സ്വപ്നം പൊലിഞ്ഞുപോയി. ഒന്നുകൂടി അങ്കിൾ അറിയണം, ആ പൂമൊട്ട് താനെ കൊഴിഞ്ഞതല്ല, അതിനെ തല്ലിക്കൊഴിച്ചതാ. അതെ അങ്കിള്, ഏതോ ഗുളിക ഉള്ളിച്ചെന്നതാ. എന്തായാലും കല്യാണി സ്വയം ഗുളിക കഴിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കില്ലല്ലോ. അപ്പൊ പിന്നെ കല്യാണിയോട് തീർത്താ തീരാത്ത പകയുള്ള അഖിലാന്റി അല്ലാതെ മറ്റാരാ കടുങ്കൈ ചെയ്യ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കല്യാണിയോട് ഈ സ്നേഹപ്രകടനമൊക്കെ അഖിലാന്റി കാണിച്ചത് തൃച്ചംബരത്തെ കല്യാണി പ്രസവിക്കുന്ന പുതിയ അനന്തരാവകാശിയെ വേണ്ട എന്ന് ഉറച്ച തീരുമാനം നടപ്പാക്കാൻ തന്നെയാ. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതെങ്കില് നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞില്ലേ കല്യാണിയെ അംഗീകരിക്കാൻ അഖിലാന്റിക്ക് കഴിയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം തൃച്ചംബരത്തിന്റെ അഭിമാനവും അന്തസ്സും പൊക്കി പറയുന്ന അഖിലാന്റിക്ക് കല്യാണിയുടെ ഉദരത്തിൽ പിറക്കുന്ന ഈ കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ ഇങ്ങനെ കൊല്ലണമായിരുന്നു. അഖിലാന്റി 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതല്ലേ? പെറ്റെന്നും പറഞ്ഞൊരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാനാവൂ? ഒന്ന് നിക്കങ്ങളെ. അങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഞാനെടുത്ത തീരുമാനം ശരിയായില്ലെന്ന്. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാങ്കിളെ. പക്ഷെ അങ്കിൾ എനിക്ക് ഉറപ്പ് തരണം, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ തറവാട്ടിൽ സുരക്ഷിതമായിരിക്കുമെന്ന്. പറ്റുമോ? പറ്റില്ലല്ലേ? ന്യായമായ എന്ത് കാര്യം ചെയ്യുന്നതിനും എന്റെ പിന്തുണ നിനക്കുണ്ടാവും. പറയാ, പരാതി കൊടുക്കാൻ നീ തയ്യാറാണോ? പക്ഷേ എന്റെ അമ്മ തെറ്റുകാരിയാണെന്ന് നിന്റെ മനസ്സിനൊരു ഉറപ്പുണ്ടാവണം. അങ്ങനൊരു ഉറപ്പുണ്ടെങ്കിൽ നിന്നെ ആരും തടയില്ല.
അയ്യോ, ശ്ശോ, ഇതാ ഉണ്ടായത്. ആ, ശ്ശോ. ദേ, അച്ഛനും അമ്മയും മക്കളും മക്കളുടെ ഭാര്യമാരും എല്ലാം കൂടെ കൂട്ടയടി. തൃശൂർ പൂരത്തിന് അമിട്ട കുറ്റികൾക്ക് തീ കൊടുക്കുന്ന പോലെ. എനിക്കാണെങ്കിൽ ഉത്സവം മഹാമഹാ. പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നടക്കാനും കിടക്കാനും വയ്യായിരുന്നു. ആ സന്തോഷം വന്ന സമാധാനത്തോടെയുള്ള ഉറക്കമല്ല ആന്റി വരിക. അയ്യോ, എനിക്ക് നേരെ മറിച്ചാ പ്രിയങ്കേ. തൃച്ചംബരത്ത് എന്തെങ്കിലും കോലാഹലം ഉണ്ടായ സന്തോഷ തിമിർപ്പിൽ എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പോ ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചേക്കണം. അപ്പൊ ഉറങ്ങിപ്പോവില്ലേ? ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ സന്തോഷം ഓർത്തോർത്ത് ആസ്വദിക്കാൻ പറ്റുമോ? അല്ല പ്രിയങ്കേ, ആ ഡ്രൈവർ ദാസിന്റെ മരണത്തിന് പിന്നിൽ വാസ്തവത്തിൽ അഖിലയ്ക്ക് പങ്കുണ്ടോ? അതോ ഇനിയിപ്പൊ ഞാൻ അറിയാതെ നീ ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണോ ഇത്? അതെ ആന്റി, തൃച്ചംബരത്ത് ഒരു കാലത്തും ഒരു തരത്തിലുള്ള സമാധാനം ഉണ്ടാവാൻ പാടില്ല. വിഷമവൃത്തത്തിൽ കിടന്ന് അവിടെയുള്ള എല്ലാവരും കറങ്ങണം. അഗ്നിപ്പുരയിൽ കിടന്ന് അവിടെയുള്ള എല്ലാവരും എരിഞ്ഞു തീരണം. അതിനീ നാഗമടത്ത് പ്രിയങ്ക പല വഴികളും സ്വീകരിക്കും. അല്ല പ്രിയങ്കേ, ദാസ് മരിച്ച സ്ഥലത്ത് അഖില ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലും ഉണ്ട്. അല്ല, ഇത്രയും തെളിവുകൾ കയ്യിലുള്ളപ്പോ എന്തുകൊണ്ട് പോലീസ് അഖിലയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ല, ദാസിന്റെ മരണം നടന്ന അതേ രാത്രി അഖില ഒറ്റയ്ക്ക് കാർ ഓടിച്ച് തൃച്ചംബരത്തേക്ക് വന്നത് ഞാൻ കണ്ടതാ. ദേ, എന്നിട്ട് അഖില എന്നോട് പറയുക, നീ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ലാന്ന്. അന്ന് അഖില പറഞ്ഞതിന്റെ അർത്ഥം ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. ആന്റി, അഖിലയെ കൊല്ലാതെ കൊല്ലണം, അതാ ഞങ്ങളുടെ ലക്ഷ്യം. അഖില സ്വസ്ഥതയും ഗത്യന്തരവും ഇല്ലാതെ കിടന്ന് പിടയുന്നത് കാണണ്ടേ? അത് കാണാനല്ലേ ഞാൻ ഈ ത്യാഗം എല്ലാം സഹിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. ആന്റി, അഖിലയ്ക്കെതിരെ കെണിയൊരുക്കിയിട്ടും പടയൊരുക്കിയിട്ടും രക്ഷയില്ലാതെ പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയവരാ നമ്മള്. എന്നാ ഒരു പഴുതുമില്ലാതെ അഖിലയെ കൈവിലങ്ങ് അണിയിച്ചോണ്ട് പോകുന്നത് കാണാൻ ആന്റി ഒരുങ്ങിയിരുന്നു. ഒരുപക്ഷെ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയാൽ പോലും കൂട്ടിക്കൊണ്ടു പോകാൻ ആളില്ലാത്ത വിധം അഖില ഒറ്റപ്പെടും. ഉദരത്തിൽ പേറിയ മകൻ പോലും ഉദകക്രിയ ചെയ്യാൻ വരാത്ത നിലയിൽ അഖിലയുടെ ശവം വരെ അപമാനിക്കപ്പെടും. അപ്പോ തൃച്ചംബരത്ത് മുഴങ്ങി കേൾക്കുന്ന ആജ്ഞയുടെ മാറ്റൊലി ഈ നിൽക്കുന്ന തൃച്ചംബരത്തെ വിലാസിനിയുടേതായിരിക്കും. പിന്നെ അയാൾ മരിച്ച ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ അവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴേക്കും അഖിലേച്ചിയുടെ കാർ പാഞ്ഞു വന്നു. എന്നെ കണ്ടപ്പോ ആകെ പരിഭ്രമിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും കണ്ടിട്ടൂല കേട്ടിട്ടൂലെന്ന്. എപ്പോഴാ അവരോട് വന്നത്? അതൊരു 11:30-12 മണിയായിട്ടുണ്ടായിരിക്കും. പ്രേമ സാർ, ഇതിലപ്പുറം ഒരു തെളിവെന്തിന്? ഈ ഒറ്റ സാക്ഷിമൊഴി മതി നമുക്ക് അഖിലാണ്ടേശ്വരി അറസ്റ്റ് ചെയ്യാൻ. യെസ് സാർ. അവിടെ നിൽക്ക്. എന്താ പേര്? സുജാത. നീ ഇവിടുത്തെ ആരാ? സെർവന്റ്. കൊല്ലപ്പെട്ട ദാസും അഖിലാണ്ടേശ്വരിയും തമ്മിൽ തർക്കം നടക്കുന്നത് നീ കണ്ടതല്ലേ? ഞാനൊന്നും കണ്ടിട്ടില്ല സർ. പിന്നെ നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? എനിക്കൊന്നും അറിയില്ല സർ. ശരി, സുജാതയ്ക്ക് ഒന്നും അറിയില്ല. ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ട കാര്യം അറിയാമോ? അറിയാം സർ.
അപ്പോ ഡ്രൈവർ ദാസ് കൊല്ലപ്പെട്ടതാണെന്ന് സുജാതയ്ക്ക് അറിയാം. കൊന്നത് അഖിലാണ്ടേശ്വരിയാണെന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയൊരു സംശയം, അല്ലേ? എക്സ്ക്യൂസ് മീ സർ. യെസ്. നിങ്ങൾ കുറെ നേരമായി ഇതിനകത്ത് കയറി വന്ന് ദാസേട്ടനെ കൊന്നത് അഖിലാന്റിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. കുറ്റകൃത്യം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ല വേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഓഹോ, ഇതൊക്കെ പറയാൻ നമ്മൾ ആരാണാവോ? നന്ദന അരവിന്ദ്, തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണന്റെ ഭാര്യ. ഓ, എന്നാ മിസ്സിസ് നന്ദന അരവിന്ദ് കേട്ടാലും. എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തിരിക്കും. എന്താ ഇവിടെ? എന്താ ഇവിടെ? ഓ, സാർ ഇതിനകത്തുണ്ടായിരുന്നോ? സന്തോഷം. എന്താ മിസ്റ്റർ DSP, നിങ്ങൾക്ക് തൃച്ചംബരത്തുകാരോട് ഇത്ര വലിയ വ്യക്തിവൈരാഗ്യം? വിടാതെ പിന്തുടരുകയാണല്ലോ. ഇത് 3-ാം തവണയാണ്. പക്ഷേ ഇത്തവണ സസ്പെൻഷനല്ല, ഡിസ്മിസിലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഭയപ്പെടുത്തണ്ട. പോലീസ് വിടാതെ പിന്തുടരുന്നത് കുറ്റവാളികളുടെ പിറകെയാണ്. ഡ്രൈവർ ദാസിനെ കൊന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുക്കാനുള്ള മതിയായ രേഖകളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസാണോ ഇത്? അല്ല, പരാതിക്കാരിയുണ്ട്, കല്യാണി. തന്റെ അച്ഛനെ കൊന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണെന്ന് സംശയിക്കുന്നെന്നും കുറ്റവാളിയെ കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ തന്ത്രങ്ങൾ ഒരുക്കി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. എല്ലാ എവിഡൻസുകളും എന്റെ കയ്യിലുണ്ട്. ദാസ് മരിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് കാറിന്റെ പിൻസീറ്റിൽ നിന്ന് മുൻസീറ്റിലേക്ക് കയറി അഖിലാണ്ടേശ്വരി കാർ ഓടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യമാണ് പ്രധാന എവിഡൻസ്. ദാസ് മരിക്കുന്ന സ്ഥലത്ത് അഖിലയെ കണ്ടെന്ന് കരുതി അഖിലയാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? പിന്നെ ആ സമയത്ത് അഖിലേക്ക് എവിടെ പോകേണ്ട കാര്യം? തട്ടാമുട്ടി ന്യായങ്ങളൊന്നും പറഞ്ഞ് വെറുതെ നിരത്തിക്കൊണ്ട് വരല്ലേ ശിവരാമൻ സാറേ?